ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിന്ന് ഇഗയിലെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരു ചെസ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അതിലെൻ്റെ മകനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗെയിം നടക്കുന്നതിനിടയിൽ, അതായത് ഒരു ഗെയിമിന് 15 മിനിറ്റ്സ് ടൈമുണ്ട്. അപ്പോൾ ഒത്തിരി സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചെറിയൊരു പർച്ചേസ് നടത്തിയാലോ എന്ന് വെച്ച് ഞാനും എൻ്റെ മോളും കൂടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് ചെന്നു. ഒരു കടയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ആദ്യം നോക്കുന്നത് ഏതാണ് ഓഫർ എന്നായിരിക്കും. അങ്ങനെ ഞാനും നോക്കി, കുറച്ച് ഓഫറുകളുള്ളതൊക്കെ നോക്കി. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളും വാങ്ങിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോളുടെ ലക്ഷ്യം ഫ്രൂട്ട്സിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സ്റ്റിക്കറിലായിരുന്നു. സ്റ്റിക്കർ പറിക്കാൻ പാടില്ല, താങ്കളമാർ ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ ഒരു രക്ഷയുമില്ല. അവൾ പല കളറിലുള്ള സ്റ്റിക്കർ, പല ഷേപ്പിലുള്ള സ്റ്റിക്കറൊക്കെ വേണമെന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഒരു കൈ നിറച്ച് സ്റ്റിക്കറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇനിയും നീ ഇവിടെ നിന്നാൽ സ്റ്റിക്കർ തപ്പി അങ്കിൾമാർ നിൻ്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞ് അവളെ ഞാനൊരു കണക്കിന് അവിടെ നിന്ന് മാറി ഞങ്ങൾ വേറൊരു സെക്ഷനിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണിനെ ആകർഷിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും അതോടൊപ്പം ഒറിജിനൽ ഫ്ലവേഴ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കാണാൻ സൂപ്പറല്ലേ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ സമയം മറുവശത്ത് വാശിയേറിയ മത്സരം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവസരങ്ങൾ ഒരിക്കലും ഓരോരുത്തരെ അന്വേഷിച്ച് വരില്ല. നമ്മൾ അവസരങ്ങൾ തേടി പോകണം. അതുപോലെ നമ്മുടെ മക്കൾക്കും അതിനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ നല്ലൊരു പ്രചോദനമാണ് അവർക്ക് ലഭിക്കുന്നത്. ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ഓരോരുത്തരുടെയും ആത്മവിശ്വാസമാണ് കൂട്ടുന്നത്. ഇൻ കേസ് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് തോറ്റുപോയി, അയ്യോ അത് സാരമില്ല, പോട്ടെ, ഇനിയും കോമ്പറ്റീഷൻസ് വരും, പങ്കെടുക്കണം, അതിൽ വിജയിക്കാൻ സാധിക്കണം. അങ്ങനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ ചിന്തകളും പുത്തൻ പ്രതീക്ഷകളും നൽകട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന്, നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന് മറ്റുള്ളവർക്ക് എപ്പോഴും മോട്ടിവേഷൻ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.